നമസ്കാരം. ഇന്ന് നമ്മൾ ഉമയ്യദ് രാജവംശത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രധാന കാലഘട്ടമാണിത്. ഉമയ്യദ് രാജവംശം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്നും അവരുടെ സംഭാവനകൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഉമയ്യദ് രാജവംശത്തിന്റെ തുടക്കം. ഉമയ്യദ് രാജവംശത്തിന്റെ സ്ഥാപകൻ മുആവിയയാണ്. ഹിജ്ര 41-ൽ, അതായത് 661-ൽ അദ്ദേഹം സിറിയയിലെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖിലാഫത്തിനെ പാരമ്പര്യമായി കൈമാറുന്ന ഒരു രാജവാഴ്ചയിലേക്ക് അദ്ദേഹം മാറ്റി. മുആവിയയുടെ ഭരണകാലത്ത് സാമ്രാജ്യം വളരെ വികസിച്ചു. പ്രധാന നേട്ടങ്ങൾ: വടക്കേ ആഫ്രിക്ക, സിസിലി, റോഡ്സ് ദ്വീപ്, കാബൂൾ തുടങ്ങിയ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ സൈന്യം കീഴടക്കി. ഭരണപരിഷ്കാരങ്ങൾ: ഭരണപരമായ കാര്യങ്ങൾക്കായി ദിവാൻ ഉൽ ഖദാം എന്ന പേരിൽ ഒരു രജിസ്ട്രി ബ്യൂറോ സ്ഥാപിച്ചു. യസീദ് 680-683 സിഇ. മുആവിയയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ യസീദ് അധികാരമേറ്റു. യസീദിന്റെ ഭരണം അംഗീകരിക്കാൻ ഹുസൈൻ ഇബ്നു അലിയും ഇബ്നു സുബൈറും തയ്യാറായിരുന്നില്ല. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു കർബല യുദ്ധം. ഹിജ്ര 61-ൽ മുഹറം 10-ന് ഹുസൈനും അദ്ദേഹത്തിന്റെ അനുയായികളും കർബലയിൽ കൊല്ലപ്പെട്ടു. ഇത് ഇസ്ലാമിക ലോകത്ത് വലിയ ദുരന്തമായി മാറി. അബ്ദുൽ മാലിക് 685-705 സിഇ. ഉമയ്യദ് രാജവംശത്തെ വീണ്ടും ശക്തിപ്പെടുത്തിയ ഭരണാധികാരിയാണ് അബ്ദുൽ മാലിക്. അദ്ദേഹത്തിന്റെ ഭരണകാലം സാമ്രാജ്യത്തിന്റെ ഏകീകരണത്തിന്റെ കാലഘട്ടമായിരുന്നു. ഭാഷാപരമായ പരിഷ്കാരം: പേർഷ്യൻ, സിറിയൻ, കോപ്റ്റിക് തുടങ്ങിയ ഭാഷകൾക്ക് പകരം അറബി ഔദ്യോഗിക ഭാഷയാക്കി. നാണയങ്ങൾ: ഇസ്ലാമിക ലോകത്ത് ആദ്യമായി അറബി നാണയങ്ങൾ ഇറക്കിയത് ഇദ്ദേഹമാണ്. ഡമാസ്കസിൽ ഒരു കമ്മട്ടം സ്ഥാപിക്കുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ: ജെറുസലേമിലെ ഡോം ഓഫ് ദ റോക്ക് പള്ളി ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. അൽ വലീദ് ഒന്നാമൻ 715-715 സിഇ. അബ്ദുൾ മാലിക്കിന്റെ മകനായ അൽ വലീദ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ വികാസത്തിലെത്തിയത്. സൈനിക മുന്നേറ്റങ്ങൾ: അദ്ദേഹത്തിന്റെ സൈന്യം സിന്ധ്, സ്പെയിൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് മുന്നേറി. നിർമ്മാണ പ്രവർത്തനങ്ങൾ: അൽ വലീദ് ഒന്നാമൻ ഒരു വലിയ നിർമ്മാതാവായിരുന്നു. ഡമാസ്കസിലെ ഉമയ്യദ് പള്ളി, ആശുപത്രികൾ, റോഡുകൾ എന്നിവ ഇദ്ദേഹം നിർമ്മിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് 717-720 സിഇ. ഉമയ്യദ് ഖലീഫമാരിൽ ധർമ്മിഷ്ഠയുടെ പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇദ്ദേഹത്തെ അഞ്ചാമത്തെ ധർമ്മിഷ്ഠനായ ഖലീഫ എന്നും വിളിക്കാറുണ്ട്. ഭരണരീതി: ധർമ്മിഷ്ഠനായ ഖലീഫമാരുടെ ഭരണരീതിയാണ് അദ്ദേഹം പിന്തുടർന്നത്. പരിഷ്കാരങ്ങൾ: ഷൂറ എന്ന ഉപദേശക സമിതിയെ വീണ്ടും കൊണ്ടുവന്നു. പൊതുഖജനാവ് ബൈത്തുൽ മാൽ വളരെ ശുദ്ധിയോടെയാണ് കൈകാര്യം ചെയ്തത്. മതപരമായ വളർച്ചയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ഇദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. ഇതായിരുന്നു ഉമയ്യദ് രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാം.